കന്യാലയത്തിലെ ഏറ്റവും പരിശുദ്ധവും അനുഗ്രഹീതവുമായ എല്ലാ ചടങ്ങുകൾക്കും ശേഷം നമ്മുടെ വധുവരന്മാർ ഒരു ഓഡിറ്റോറിയത്തിൽ എത്തിച്ചേരാനായിട്ട് ഇരിക്കുകയാണ്. നമുക്ക് എല്ലാവർക്കും അവരെ വെൽക്കം ചെയ്യാനായിട്ട് ഒരുങ്ങാം. നമുക്കറിയാം കുറച്ച് സീറ്റ്സൊക്കെ വേക്കൻ്റ് ആയിട്ടുണ്ട്. അപ്പം ഒന്നും കൂടെ കയറിയിരിക്കുകയാണെങ്കിൽ അപ്പോൾ ആ ഒരു സീറ്റ്സൊക്കെ നമുക്ക് ഫില്ല് ചെയ്താൽ കുറച്ചും കൂടെ ഭംഗിയുണ്ടായിരിക്കും. ഷുഡ് ബി അലോൺ ഐ വിൽ മേക്ക് ഹിം എ ഹെൽപ്പർ വിച്ച് ഈസ് വെരി സൂട്ടബിൾ ഫോർ ഹിം. വിശുദ്ധ ബൈബിളിൽ പറയുന്നുണ്ട്, മനുഷ്യൻ ഏകനായിരിക്കുന്നത് നന്നല്ല, അവന് ചേർന്ന ഒരു ഇണ ഞാൻ നൽകും. So a warm welcome to Anadon present here for the big day celebration of Anita and Jinsen. So let's welcome Mr. Jinsen and Miss Anita onto the stage and hearty congratulations from all of us. അനുസരിച്ച് സ്വതന്ത്രമായ മനസ്സോടും പൂർണ്ണമായ സമ്മതത്തോടും കൂടി ഇവനെ നിന്റെ ഭർത്താവായി സ്വീകരിക്കുന്നു, ഒപ്പം തന്നെ ഇവളെ നിന്റെ ഭാര്യയായി സ്വീകരിക്കുന്നുള്ള ഒരു ചോദ്യം കുറച്ച് മുൻപ് നമ്മൾ പള്ളിയിൽ വെച്ച് കേട്ടതാണ്. ആ ഒരു ചോദ്യത്തിന് ഇവർ രണ്ടുപേരും ഞങ്ങൾക്ക് സമ്മതമാണ് എന്ന് അറിയിച്ചിരിക്കുകയാണ്. അത് ഇന്ന് തിരുസഭയുടെ മുൻപാകെയും അതുപോലെ ഇവിടെ കൂടിയിരിക്കുന്ന നമ്മുടെ എല്ലാവരുടെയും മുമ്പിൽ വെച്ച് പരസ്യമായി ഇവർ രണ്ടുപേരും ഈ വിവാഹത്തിന് സമ്മതമാണെന്ന് അറിയിച്ചിരിക്കുകയാണ്. സോ വൺസ് അഗെയിൻ ഹാർട്ടി കൺഗ്രാറ്റുലേഷൻസ് ടു ബോത്ത് ഓഫ് യു. ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാ കസിൻസിൻ്റെയും ഫ്രണ്ട്സിൻ്റെയും റിലേറ്റീവ്സിൻ്റെയും എല്ലാവരുടെയും പേരിൽ വി വിഷ് യു എ ഹാപ്പിയസ്റ്റ് ആൻഡ് വണ്ടർഫുൾ ലൈഫ് ടുഗെദർ ഇൻ അഡ്വാൻസ്. അപ്പം ഞാൻ മധുരവെപ്പിൻ്റെ ദിവസം ജിൻസൺ ചേട്ടനോട് ചോദിച്ചിരുന്നു എന്തുകൊണ്ടാണ് അനിറ്റയെ ലൈഫ് പാർട്ട്ണറായി സെലക്ട് ചെയ്തതെന്നുള്ളതിൻ്റെ ഒരു റീസൺ. അപ്പം മൊത്തത്തിൽ എല്ലാത്തിനോടും കമ്മിറ്റ്മെൻറ്റ് കാര്യങ്ങളെല്ലാം ഭയങ്കരമായിട്ടുള്ളത് കൊണ്ടാണ് ഈ ഒരു വിവാഹത്തിന് ഡിസൈഡ് ചെയ്തതെന്നുള്ളൊരു റിപ്ലൈ ആണ് ചേട്ടൻ എനിക്ക് തന്നത്. ഇന്ന് ഞാൻ അനിറ്റയോട് ചോദിക്കുകയാണ്, അനിറ്റ എന്തുകൊണ്ടാണ് ചേട്ടനെ ലൈഫ് പാർട്ട്ണറായി സെലക്ട് ചെയ്തത്, അല്ലെങ്കിൽ ഇത്രയും ദിവസത്തെ ഒരു പരിചയത്തിൽ വെച്ച് ചേട്ടനിൽ വെച്ച് കണ്ട ഏറ്റവും ബെസ്റ്റ് ക്വാളിറ്റി എന്തൊക്കെയാണ്? എൻ്റെ ഒരു ഓപ്പോസിറ്റ് ക്യാരക്ടറായിട്ടാണ് എനിക്ക് ജിൻസണിൽ തോന്നിയിരിക്കുന്നത്. അതെൻ്റെ വലിയൊരു ക്വാളിറ്റിയാണ്. ഞാൻ അങ്ങനെ അത്ര അഡ്ജസ്റ്റ് ചെയ്യുന്ന ഒരു ടൈപ്പൊന്നുമല്ല. അപ്പോൾ നേരെ ഓപ്പോസിറ്റ് ഒരാൾ അങ്ങനെ ആയാലാണ് കുറച്ചും കൂടി ജീവിതം മുന്നോട്ട് പോകുള്ളൂ എന്ന് എനിക്ക് തോന്നിയായിരുന്നു. നമ്മളുടെ ഒരു സെയിം വൈബിൾ അല്ലെങ്കിൽ സെയിം ക്യാരക്ടറായിട്ടുള്ള ഒരാളായിരുന്നെങ്കിൽ കുറച്ചും കൂടെ ബുദ്ധിമുട്ടാകാനല്ലേ. ഇപ്പം നമ്മൾ കുറച്ച് ദേഷ്യം പിടിച്ചിരിക്കുന്ന സമയത്ത് ഓപ്പോസിറ്റ് ആൾ കുറച്ച് ശാന്തനായിട്ടുള്ള ഒരാളാണെങ്കിൽ ആ ഒരു കാര്യം ഭയങ്കര സിമ്പിളായിട്ട് നമുക്ക് മൂവ് ഓൺ ചെയ്ത് പോകാൻ പറ്റും. അപ്പം ആ ഒരു ഡിസിഷൻ ഏറ്റവും ബെസ്റ്റായി തീരട്ടെ എന്ന് തന്നെ ഞങ്ങൾ എല്ലാവരും ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. രണ്ടുപേരുടെയും ക്ഷണം സ്വീകരിച്ചാണ് നിങ്ങൾ എല്ലാവരും ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നത്. എന്നിരുന്നാലും ഇന്ന് ഇവരുടെ ദിവസമാണല്ലോ, ഇവരുടെ ബിഗ് ഡേ സെലിബ്രേഷൻ്റെ ഭാഗമായി ഞാൻ നിങ്ങൾക്കൊരു ഒഫീഷ്യലി ഇൻട്രൊഡ്യൂസ് ചെയ്ത് തരാണ്. ഫസ്റ്റ്ലി അവർ ബ്യൂട്ടിഫുൾ ആൻഡ് ഗോർജിയസ് ബ്രൈഡ് ടു ബി മിസ് അനിറ്റ ജിൽസൺ, daughter of Mr. Jilson KS and Mrs. Mercy Jilson, Koturan House, Iringalakuda, who is working as a staff nurse at Jeslock Hospital, Mumbai. Edavur, he is working as a social service worker for March of Dimes, Canada. അപ്പം ഇന്നത്തെ ഒരു ദിവസം ആവാനായി അല്ലെ, കല്യാണം ഉറപ്പിച്ച ആ ഒരു സമയം അല്ലെങ്കിൽ ആ ഒരു ദിവസം തൊട്ടേ രണ്ടുപേരും അല്ലെങ്കിൽ രണ്ടുപേരുടെയും ഫാമിലിയും ഒത്തിരി കാത്തിരുന്ന് വെയിറ്റ് ചെയ്ത് കിട്ടിയ ഒരു ബിഗ് ഡേ സെലിബ്രേഷനാണ്. ഒരു പക്ഷേ ഇവർ രണ്ടുപേർക്കാൾ കൂടുതൽ ഇന്നത്തെ ദിവസമാവാനായി ആഗ്രഹിച്ച് കാത്തിരുന്ന് പ്രാർത്ഥിച്ചവരാണ് ഇവരുടെ രണ്ടുപേരുടെയും ഫാമിലി മെമ്പേഴ്സ്. സോ വിത്തൗട്ട് എനി അതർ ഫോർമാലിറ്റീസ് ലെറ്റ് മീ ഇൻവൈറ്റ് ബോത്ത് ഫാമിലി ഓൺ ടു ദ സ്റ്റേജ്. ആദ്യമായി ബ്രൈഡിൻ്റെ ഫാമിലി ഒരു വേദിയിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യാണ്. ബ്രൈഡിൻ്റെ പാരൻസ് മിസ്റ്റർ ജിൽസൺ KS ആൻഡ് മിസ്സിസ് മേഴ്സി ജിൽസൺ ഓൺ ടു ദ സ്റ്റേജ്. ബ്രൈഡിൻ്റെ മാതാപിതാക്കളെ നല്ലൊരു കൈയോടുകൂടി ഇന്നത്തെ ഒരു ആഘോഷ വേദിയിലേക്ക് ഞങ്ങൾ സ്വാഗതത്തിലുള്ള ഒരു കൂടിച്ചേരലല്ല, രണ്ട് ഫാമിലിയുടെ കൂടിയുള്ള വലിയൊരു ടുഗദർനെസ് ആണ്. മാരേജ് ഇസ് ദ ഫ്യൂഷൻ ഓഫ് ടു ഹാർട്ട്സ്, ഹാർമണി ഓഫ് ടു സോൾസ് ആൻഡ് ദ യൂണിയൻ ഓഫ് ടു ഫാമിലീസ്. അപ്പം ഗ്രൂമിൻ്റെ ഫാമിലി എന്തായാലും ഒരു സ്റ്റേജിൽ വേണ്ടത് അത്യാവശ്യം തന്നെയാണ്. അപ്പം ഗ്രൂമിൻ്റെ ഫാമിലിനെ കൂടി ഇന്നത്തെ ആഘോഷ വേദിയിലേക്ക് ഏറ്റവും സ്നേഹത്തോടു കൂടി സ്വാഗതം ചെയ്യുന്നു. സോ ലെറ്റ്സ് വെൽക്കം ഹിസ് പാരൻസ് മിസ്റ്റർ ആൻ്റണി ടിയോ ആൻഡ് മിസ്സസ് ജാൻസി ആൻ്റണി ഓൺ ടു ദ സ്റ്റേജ്. എല്ലാം നമ്മൾ ആരംഭിക്കേണ്ടത് ഒരു ദീപം തെളിയിച്ചാണ്. നമുക്കറിയാം ഇവിടെ ക്യാൻഡിൽസ് എല്ലാം റെഡി ആയിട്ടുണ്ട്. സോ ഇൻവൈറ്റിംഗ് couples along with their family members for candle lighting ceremony. പുതിയൊരു കുടുംബജീവിതം ഇനി ആരംഭിക്കാനായിട്ട് ഇരിക്കുകയാണ്. അപ്പം ഇന്നത്തെ ദിവസത്തിൻ്റെ, അതായത് ഇന്നത്തെ ഇവരുടെ മനസ്സമ്മത ദിവസത്തിൻ്റെ ആ ഒരു മധുരം രണ്ടുപേരും പരസ്പരവും ഒപ്പം തന്നെ ഫാമിലിക്ക് കൂടെ ഷെയർ ചെയ്യുന്ന ഒരു മൊമെൻറ്റിലേക്ക് കടക്കുകയാണ്. സോ ഇൻവൈറ്റിംഗ് കപ്പിൾസ് along with their family members for cut the cake and share each other. നമ്മൾ
മാലയിടൽ ചടങ്ങിലേക്കാണ് കടക്കുന്നത്. അപ്പം രണ്ടുപേർക്കും വിവാഹമാല എടുത്ത് കൊടുക്കുന്നതിന് വേണ്ടി രണ്ട് സൈഡിലെയും അപ്പച്ചന്മാരെ ഇൻവൈറ്റ് ചെയ്യാണ്. ആ ഒരു മാല രണ്ടുപേരുടെയും കയ്യിലേക്ക് എടുത്തു കൊടുക്കുന്നു. പണ്ട് തൊട്ട് കേട്ടിട്ടുള്ള കാര്യമാണ്. അപ്പം രണ്ടുപേരും പുതിയൊരു ജിയസ് ഒക്കെ പറഞ്ഞു കൊടുക്കാനാണ് ചേട്ടന്മാരവിടെ നിന്ന് പറയുന്നത്. ഓക്കെ, കൈ ഒന്ന് ക്രോസ് ചെയ്തൊക്കെ പിടിച്ച്